ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എക്സൽ വില്ലേജ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മന്ത്ലി ബഡ്ജറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഹെഡറും ലേബൽസും ടെക്സ്റ്റൊക്കെ എൻ്റർ ചെയ്ത് വെച്ചു. ഇനി അതിലേക്ക് നമുക്ക് ന്യൂമറിക്കൽ ഡാറ്റ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ, കഴിഞ്ഞ വീഡിയോ കാണാതെ ഈ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കുക. ഇത് കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂഷനാണ്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം മുകളിൽ കാണുന്ന ലിങ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ വീഡിയോ പോയി കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് തിരിച്ചു വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് ന്യൂമറിക്കൽ വാല്യൂസ് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. ഈ ന്യൂമറിക്കൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, നമ്മൾ ഓരോ മാസവും ഓരോ ബില്ലിനും വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ഇൻ റുപ്പീസിലുള്ള എമൗണ്ടാണ് നമ്മൾ ഈ ന്യൂമറിക്കൽ വാല്യൂ ആയിട്ട് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ എൻ്റർ ചെയ്ത ആൽഫ വാല്യൂസാണ്, അഥവാ ടെക്സ്റ്റ് വാല്യൂസാണ് ഈ കാണുന്നത്. ഇനി എനിക്കിപ്പോൾ ന്യൂമറിക്കൽ വാല്യൂസ് എൻ്റർ ചെയ്യേണ്ടത് ഈ B4 എന്നുള്ള സെല്ല് മുതൽ ഇവിടെ വന്നിട്ട് ഈ D8 എന്നുള്ള സെല്ല് വരെ, ഈ ഒരു റേഞ്ചിലാണ് എനിക്ക് ഞാൻ സ്പെൻഡ് ചെയ്ത എമൗണ്ട് എനിക്ക് എൻ്റർ ചെയ്യേണ്ടത്. ഞാനപ്പോൾ ഈ B4 എന്നുള്ള സെല്ലിൽ ക്ലിക്ക് ചെയ്തു. ഇനി ഞാൻ ന്യൂമറിക്കൽ വാല്യൂസ് എൻ്റർ ചെയ്യാൻ പോവുകയാണ്, എമൗണ്ട് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു രീതിയിലാണ് എൻ്റർ ചെയ്യുന്നത്. നിങ്ങൾക്ക് അതുപോലെ തന്നെ എൻ്റർ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു എമൗണ്ട് എൻ്റർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ജാനുവരിയിലെ റെൻറ്റ് എന്ന് പറയുന്നത് ഞാൻ എൻ്റർ ചെയ്യാൻ പോകുന്നത് 2000 ആണ്. ഓക്കെ, ജാനുവരിയിലെ ഇലക്ട്രിസിറ്റി ബില്ല് എന്ന് പറയുന്നത് ഞാൻ എൻ്റർ ചെയ്യുന്നത് 300. ടെലിഫോൺ ബില്ല് ഞാൻ എൻ്റർ ചെയ്യുന്നത് 150. മെഡിക്കൽ എക്സ്പെൻസ് ഞാൻ എൻ്റർ ചെയ്യുന്നത് 500. ട്രാവൽ ഞാൻ എൻ്റർ ചെയ്യുന്നത് 900. ഓക്കെ, ഫെബ്രുവരിയിൽ വന്നിട്ട് ഞാൻ റെൻറ്റ് എൻ്റർ ചെയ്യുന്നത് 2200 ആണ്. ഇലക്ട്രിസിറ്റി 320. ടെലിഫോൺ 125. മെഡിക്കൽ എക്സ്പെൻസ് 200. ട്രാവൽ 1500. ഓക്കെ, മാർച്ചിൽ വന്നിട്ട് റെൻറ്റ് 2200. ഇലക്ട്രിസിറ്റി ബില്ല് ഞാൻ എൻ്റർ ചെയ്യുന്നത് 500. ടെലിഫോൺ ഞാൻ എൻ്റർ ചെയ്യുന്നത് 400. മെഡിക്കൽ എക്സ്പെൻസ് ഞാൻ എൻ്റർ ചെയ്യുന്നത് 100. ട്രാവൽ ഞാൻ എൻ്റർ ചെയ്യുന്നത് 200. നമ്മളപ്പോൾ ഡാറ്റ എല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്നലെ എൻ്റർ ചെയ്ത ഈ ഒരു ആൽഫ വാല്യൂസും ഇന്ന് നമ്മൾ എൻ്റർ ചെയ്ത ഈ ഒരു ന്യൂമറിക്കൽ വാല്യൂസും തമ്മിൽ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് ഞാൻ പറഞ്ഞ പോലെ ചെറിയൊരു ഡിഫറൻസ് ആണ്, പക്ഷേ അത് എക്സലിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ നിങ്ങളുടെ കാൽക്കുലേഷനിലും കാര്യങ്ങളിലൊക്കെ. ഓക്കെ, നമുക്ക് ഇവിടെ മുകളിൽ എൻ്റർ ചെയ്ത ഈ മന്തും ഇന്ന് നമ്മളിവിടെ താഴെ എൻ്റർ ചെയ്ത ഈ ഒരു റുപ്പീസും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഒരു ഡിഫറൻസ് കാണുന്നില്ലല്ലേ നിങ്ങൾ? എന്താ ഡിഫറൻസ് മനസ്സിലായോ? അതായത് നമ്മൾ എൻ്റർ ചെയ്ത ഈ ഒരു ആൽഫ വാല്യൂസ്, ടെക്സ്റ്റ് വാല്യൂസ് എല്ലാം തന്നെ ലെഫ്റ്റ് അലൈൻഡ് ആണ്. അതുപോലെ നമ്മൾ ഇന്ന് എൻ്റർ ചെയ്ത ഈ ന്യൂമറിക്കൽ വാല്യൂസ് എല്ലാം റൈറ്റ് അലൈൻഡ് ആണ്. സംതിങ് ടു ഡു വിത്ത് ഫോർമാറ്റിംഗ്. സോ നമ്മൾ എൻ്റർ ചെയ്ത എക്സലിൽ എൻ്റർ ചെയ്യുന്ന ടെക്സ്റ്റ് എല്ലാം ലെഫ്റ്റ് അലൈൻഡ് ആണ്. നമ്പേഴ്സ്, ന്യൂമറിക്കൽ വാല്യൂസ് എല്ലാം റൈറ്റ് അലൈൻഡ് ആണ്, അല്ലേ? ഈ ടെക്സ്റ്റ് എല്ലാം സെല്ലിൻ്റെ ഇടത് ഭാഗത്താണുള്ളത്. ന്യൂമറിക്കൽ വാല്യൂസ് എല്ലാം സെല്ലിൻ്റെ വലത് ഭാഗത്തോട്ടായിട്ടാണ് ഉള്ളത്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വന്നിട്ടുള്ളത്? ഇത് എക്സലിൻ്റെ മാത്രം കാര്യമല്ല. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് വിത്ത് എക്സൽ. മെജോറിറ്റി ഓഫ് ആപ്ലിക്കേഷൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിലെല്ലാം തന്നെ ഇങ്ങനെയാണ്. ടെക്സ്റ്റ് എല്ലാം ലെഫ്റ്റ് അലൈൻഡും നമ്പേഴ്സ് എല്ലാം റൈറ്റ് അലൈൻഡും ആയിരിക്കും മെജോറിറ്റി ഓഫ് ദ ആപ്ലിക്കേഷൻ. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് യൂണിവേഴ്സലായിട്ട് എല്ലാ ആപ്ലിക്കേഷൻസും ഫോളോ ചെയ്യുന്നത്? ഓക്കെ, നമ്പർ 1, ഇറ്റ് ഈസ് ക്ലീനർ. ജസ്റ്റ് ബൈ ലുക്കിംഗ് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇത് ലെഫ്റ്റ് അലൈൻഡ് ആണ്, സോ അത് ടെക്സ്റ്റാണ്. ഇത് റൈറ്റ് അലൈൻഡ് ആണ്, അതൊരു നമ്പറാണ്. അത് ഇതിൻ്റെ ഡിഫോൾട്ട് ബിഹേവിയർ ആണ്. നമുക്ക് ശരിക്കുള്ള ഒരു ഡിഫറൻസ് മനസ്സിലാവുക എപ്പോഴാ വെച്ചാൽ നമ്മൾ ഈ നമ്പറിലോട്ട് ഡെസിമൽ പ്ലേസസ് ആഡ് ചെയ്യുമ്പോഴാണ്. നമ്മൾ ഈ നമ്പറിലോട്ട് ഡെസിമൽ പ്ലേസ് ആഡ് ചെയ്താൽ അത് വളരെ നൈസായിട്ട് അലൈൻ ആയിട്ടിരിക്കും. ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ B4 എന്നുള്ള സെല്ലിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ 2000 എന്നാണ് വാല്യൂ ഉള്ളത്. ഞാനവിടെ
55 എന്നുള്ള ഒരു വാല്യൂ എൻ്റർ ചെയ്തു. ഓക്കെ, 2000 rupees 55 പൈസ. ഓക്കെ, ജസ്റ്റ് റെൻറ്റ് അങ്ങനെ പ്രാക്ടിക്കലല്ല, എന്നാലും ഞാനൊന്ന് ഡെമോക്ക് വേണ്ടി എൻ്റർ ചെയ്തു. അടുത്തതായിട്ട് ഇലക്ട്രിസിറ്റി ചാർജ് 300 ആണുള്ളത്. ഞാനിവിടെ 300 rupees and 78 പൈസ എന്നുള്ളത് എൻ്റർ ചെയ്തു. ഓക്കെ, നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് സെല്ല് നോക്കുകയാണെങ്കിൽ ഈ ഡെസിമൽ പാർട്സ് ഒരേപോലെ അലയുണ്ടല്ലോ, ഒരേ ഒരു ലൈനിലല്ല അതുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഡെസിമൽ നമ്പർ ന്യൂമറിക്കൽ വാല്യൂസ് എല്ലാം ഞാൻ പറഞ്ഞ പോലെ റൈറ്റ് അലൈൻഡാണ്. ഓക്കെ, ഇനി ഞാനിതിനെ ലെഫ്റ്റ് അലൈനിലോട്ട് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഹോമിൽ പോയിട്ട് ഫോർമാറ്റിങ്ങിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഈ അലൈൻമെൻറ്റ് ഓപ്ഷനിൽ ഞാൻ ഇതിനെ ലെഫ്റ്റ് അലൈനിലോട്ട് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഞാൻ ഈ അലൈൻ ടു ലെഫ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. കണ്ടോ, ഇപ്പോൾ ഇത് ലെഫ്റ്റ് അലൈനായി. പക്ഷേ നിങ്ങൾക്കിപ്പോൾ കണ്ടറിയാം ഇതൊരു ഓർഡറിലല്ല, ഇതൊരു നീറ്റായിട്ട് അലൈൻ ആയിട്ടില്ല. ഈ ഡെസിമൽ പാർട്ടൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഡെസിമൽ കുറച്ച് ഇങ്ങോട്ട് മാറി ഒന്നിങ്ങനെ താഴോട്ട്, പിന്നെ അടുത്തതിന് ഒരു വലിയ എമൗണ്ട് ആണെങ്കിൽ അതിനനുസരിച്ച് ഡെസിമലിൻ്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കും. കണ്ടോ, അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്പേഴ്സിന് എപ്പോഴും റൈറ്റ് അലൈനായിട്ട് കൊടുക്കുന്നത്. എല്ലാ ആപ്ലിക്കേഷനിലും നമ്പേഴ്സിനെ റൈറ്റ് അലൈനായിട്ട് കൊടുക്കുന്നത് ഈ ഒരു ഡെസിമലിൻ്റെ പൊസിഷൻ ഒരേപോലെ കറക്റ്റായിട്ട് വരാനാണ്. അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻസും കാര്യങ്ങളെല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. പെട്ടെന്ന് നമുക്ക് ഡാറ്റ മനസ്സിലാക്കാനും എല്ലാത്തിനും വളരെ പെട്ടെന്ന് സാധിക്കും ഇഫ് ഇറ്റ് ഈസ് നീറ്റ്ലി അലൈൻഡ്. ഓക്കെ, അപ്പോൾ ഞാനിതിനെ റിവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പഴയ പോലെ തന്നെ മതി. അപ്പോൾ ഞാൻ ഇതിനെ റിവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ Z എന്ന് പറയുന്നത് അൺഡു എന്നുള്ള ഒരു ഓപ്ഷനാണ്. നമ്മൾ മുമ്പുണ്ടായിരുന്ന ഒരു ഫോമിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾ Z എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മിസ്റ്റേക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്താൽ നമുക്ക് ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് പഴയ പോലെ തന്നെ ആവണം എന്നുണ്ടെങ്കിൽ കൺട്രോൾ Z എന്നുള്ള ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്താൽ മതി. ഈ കൺട്രോൾ Z എന്നുള്ളതൊക്കെ എക്സലിൻ്റെ മാത്രം ഷോർട്ട് കട്ട് കീ അല്ല, ഇതൊക്കെ ഒരു ഗ്ലോബലായിട്ടുള്ള യൂണിവേഴ്സലായിട്ടുള്ള വിൻഡോസിൻ്റെയും മാക്കിലാണെങ്കിൽ കമാൻഡ് Z, കൺട്രോളിന് ഓൾട്ടർനേറ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ്. അപ്പോൾ ഇതെല്ലാം ഒരു യൂണിവേഴ്സലായിട്ടുള്ള അൺഡുവിൻ്റെ യൂണിവേഴ്സലായിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് കീ ആണ് എല്ലാ ആപ്ലിക്കേഷനിലും. അപ്പോൾ ഭാവിയിൽ നിങ്ങൾ ഒരു എക്സൽ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അതിലെ ടെക്സ്റ്റ് എല്ലാം ലെഫ്റ്റ് അലൈൻഡ് ആണ്, അതുപോലെ തന്നെ നമ്പേഴ്സ് എല്ലാം റൈറ്റ് അലൈൻഡ് ആണെന്ന്. ചില കേസിൽ നിങ്ങൾ കാണാം നമ്പേഴ്സ് എല്ലാം ലെഫ്റ്റ് അലൈൻഡ് ആയിട്ടുള്ള കേസും നിങ്ങൾ കാണാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയ എക്സൽ അതിനെ ടെക്സ്റ്റായിട്ട് കൺസിഡർ ചെയ്തു, അതുകൊണ്ടാണത് ബൈ ഡിഫോൾട്ട് എന്തായത് ലെഫ്റ്റ് അലൈൻഡ് ആയത്. അപ്പോൾ ആ ഒരു കേസിലൊക്കെ നിങ്ങൾക്ക് ആ ഒരു സെല്ലിൻ്റെ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ ഒരു ചെറിയൊരു ഗ്രീൻ മാർക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ചേഞ്ച് ടു കൺവേർട്ട് ടു നമ്പർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഈ ഒരു ഓപ്ഷനൊക്കെ നമ്മൾ അടുത്ത വരുന്ന വീഡിയോസിൽ കാണുന്നതാണ്, നമ്മളത് ടെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക, ടെക്സ്റ്റ് എല്ലാം ലെഫ്റ്റ് അലൈൻഡ് ആയിരിക്കും, നമ്പേഴ്സ് എല്ലാം റൈറ്റ് അലൈൻഡ് ആയിരിക്കും. ഓക്കെ, നമ്പേഴ്സിനെ എക്സൽ ടെക്സ്റ്റായിട്ട് കൺസിഡർ ചെയ്താൽ അത് നമ്മുടെ കാൽക്കുലേഷൻ, നമ്മൾ ഫോർമുലാസൊക്കെ യൂസ് ചെയ്ത് നമ്പർ വെച്ച് കാൽക്കുലേഷനൊക്കെ ചെയ്യുമ്പോൾ അതിനെ ഇമ്പാക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതിനെ ടെക്സ്റ്റായിട്ട് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് റോങ് റിസൾട്ടൊക്കെ തരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊരു ഗോൾഡൻ റൂളായിട്ട് മനസ്സിൽ വെച്ച് ഈ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഈ ഒരു ഡോക്യുമെൻറ്റിൽ, ഈ ഒരു സ്പ്രെഡ്ഷീറ്റ് ഡോക്യുമെൻറ്റിൽ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആൽഫ വാല്യൂസും ന്യൂമറിക്കൽ വാല്യൂസൊക്കെ എൻ്റർ ചെയ്തു. ഇനി കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം.